Shall we read unit number 2, Voices of Unison? Here you can see a quote. Alone we can do so little, together we can do so much. ഹെലൻ കെല്ലർ. ഒറ്റക്ക് തനിച്ച് നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റും, കൂട്ടമായി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. Doorway. Look at the picture. You can see some children are creating sand castles and they are togetherly working to make it beautiful one. അല്ലേ, അവർ ഒന്നിച്ചിട്ട് അത് നല്ല ഭംഗിയുള്ളതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. What are the children doing? They are making a sand castle. Do the children help each other? How they help each other? Yes, they carry sand for making the castle. Have you worked with your friends to make something interesting? Share your experiences. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പറയുക. Okay, now let's read. Here is a story about people who stand together to make their home safe and peaceful. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെ അവർ ഒന്നിച്ചു നിന്ന് അവരുടെ നാട് സമാധാനമുള്ള ഒരു നാടാക്കി മാറ്റി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ്. The Rainbow People. Beneath the quiet sky, ശാന്തമായ ആകാശത്തിൻ്റെ ചുവട്ടിൽ. On a vast sandy land, there was a warm and peaceful village. ഒരു നല്ല വിശാലമായ മണൽപ്പരപ്പുള്ള ഒരു നാട്ടിൽ അവിടെ എന്തുണ്ടായിരുന്നു? നല്ല ഒരു സമാധാനമുള്ള ഗ്രാമം ഉണ്ടായിരുന്നു. The villagers were simple and kind-hearted. അവിടെയുള്ള ഗ്രാമീണരെല്ലാം വളരെ ലളിതമായി ജീവിക്കുന്നവരും നല്ല വിശാല മനസ്കരുമായിരുന്നു, അല്ലേ? നല്ല കരുണയുള്ളവരായിരുന്നു. They had never met any outsiders. അവരാരെയും പുറത്ത് ഉള്ളവരൊന്നും കണ്ടിട്ടില്ല. They enjoyed the calm and quiet life of their village. അവർ അവരുടെ നാടിൻ്റെ ശാന്തവും സമാധാനവുമായ ആ ഒരു അന്തരീക്ഷം ആസ്വദിച്ചിരുന്നു. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. ഒരു ദിവസം ഒരു ബ്രൈറ്റ് മോർണിംഗിൽ നല്ലൊരു പ്രകാശപൂരിതമായ ഒരു പ്രഭാതത്തിൽ സൺ എന്ത് ചെയ്തു? സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ കുടഞ്ഞു. എന്താ? ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്, അതിൻ്റെ തിളങ്ങുന്ന പ്രകാശം. എവിടെ? അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ, ആ ഒരു വിശാലമായ ആകാശത്ത് നിറയെ അതിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു. വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദർ യൂഷ്വൽ സ്പോട്ട്സ്. വില്ലേജേഴ്സ് അവരുടെ യൂഷ്വൽ സ്പോട്ട്സിൽ സ്ഥിരമായി അവർ നിൽക്കാറുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു? ഗ്യാതേർഡ്, അവർ കൂടിച്ചേർന്നു. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. കുറച്ച് ആൾക്കാർ ടോൾ ട്രീസിൻ്റെ താഴെ റെസ്റ്റ് ചെയ്തു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ സോഫ്റ്റ് ലാൻഡ്. കാലുമേൽ കാല് വെച്ച് ചിലർ ആ മണ്ണിൽ ഇരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ മണ്ണിലിരുന്നു. സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. വടി കൊണ്ട് മണ്ണിൽ എന്തെല്ലാം ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് അവിടെ ഇരുന്നു. വാട്ട് മേഡ് ദ വില്ലേജേഴ്സ് ആൻഡ് ദ പീപ്പിൾ സ്പെഷ്യൽ. എന്താണ് ഈ വില്ലേജും അതിൻ്റെ പീപ്പിളും? വാട്ട് മേഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ. എന്താണ് ഈ വില്ലേജും അവിടുത്തെ ആൾക്കാരുടെയും പ്രത്യേകത? യെസ്, ദേ ആർ സോഫ്റ്റ് ആൻഡ് കൈൻഡ് പീപ്പിൾ. നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ദ സ്ട്രേഞ്ച് ബ്രീസ്. ഒരു അപരിചിതമായ ഒരു കാറ്റ്. Suddenly, a warm breeze swept through the village and made the air feel different and magical. പെട്ടെന്നാണ് ഒരു വാം ബ്രീസ്, ഒരു ചൂടുള്ള ഇളം കാറ്റ് വന്ന് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്, പിന്നെ വില്ലേജ് മൊത്തം ഇങ്ങനെ അടിച്ചങ്ങ് പോയി. മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മാജിക്കലായിട്ടുള്ള ഒരു കാറ്റ്, എന്തോ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്തു. എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്. എല്ലാവരും മുകളിലോട്ടേക്ക് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ച, ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളത്. their eyes widened in wonder. അവരുടെ കണ്ണുകൾ അങ്ങനെ അത്ഭുതം കൊണ്ട് വിടർന്നു ഇൻ വണ്ടർ, അത്ഭുതം കൊണ്ട്. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്നും കളർഫുൾ റിബൺസ് താഴിലേക്ക് വരാൻ തുടങ്ങി. ഫ്ലറ്ററിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ ചിറകടിച്ച് വരുന്നത് പോലെ. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് മാജിക്കൽ ടോപ്പ്. ബ്ലൂ വൺസ് പുഴ ഒഴുകുന്നത് പോലെ, ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നത് പോലെ താഴോട്ട് വന്നപ്പോൾ റെഡ് വൺസ് മാജിക്കൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക പമ്പരം കറങ്ങി വരുന്നത് പോലെയായിരുന്നു വന്നത്. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്.
നമ്മളെ ശിശിരകാലത്തിൽ ഓട്ടം ഇലകൾ, നമ്മുടെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴാറില്ലേ, അതുപോലെ താഴോട്ടേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വീണു. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. ഫ്രഷ് ഗ്രാസ് വീഴുന്നത് പോലെയാണ് നമ്മുടെ ഗ്രീൻ വൺസ് താഴോട്ടേക്ക് വന്ന് വീണത്. അവരെല്ലാവരും അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. What happened when the breeze swept through the village? Yes, some ribbons started falling down. Which sentence in the story shows that people were surprised? Which sentence? Their eyes widened in wonder. അല്ലേ, ആൾക്കാരുടെ സർപ്രൈസ്ഡ് ആയി എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അവരുടെ കണ്ണുകൾ പ്രകാശം കൊണ്ട്, അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു എന്നുള്ളതാണ് അവർ സർപ്രൈസ് ആയി നമുക്ക് മനസ്സിലാവുന്നത്. റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ റിബണുകൾ. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺ. വില്ലേജേഴ്സ് എന്ത് ചെയ്തു? ഇങ്ങനെ ഒരുപാട് റിബൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈഗർലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടുകൂടി റാൻ, ഓടിയിട്ട്, ഗ്രാബ് ഓരോന്നും പിടിച്ചെടുത്തു എന്താ റിബൺസ്. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്, അത് അവരുടെ ചുറ്റുമായി അത് കെട്ടി. ദ കളർ ഓഫ് റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദ സ്കിൻ. അവർ കെട്ടിയ റിബണിൻ്റെ കളർ എന്ത് ചെയ്തു? സീംഡ് ടു സ്പ്രെഡ്, അവരുടെ ശരീരത്തിലേക്ക് പടർന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ ബ്ലൂ റിബൺ അവളെ ഒരു നീല ആകാശം പോലെ തോന്നിച്ചു. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിൻ്റെ റെഡ് റിബൺ അവനെ എങ്ങനെയാണ് മാറ്റിയത്? ഒരു അസ്തമയ സൂര്യനെ പോലെ ചുവപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹർ ദ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ റിബൺ എന്ത് ചെയ്തു? അവളുടെ ഒരു നല്ല പച്ച കാട് പോലെയാക്കി മാറ്റി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോയുടെ യെല്ലോ റിബൺ അവനെ മഞ്ഞ കളറുള്ള തിളങ്ങുന്ന സൂര്യനെ പോലെ തോന്നിപ്പിച്ചു. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവരെല്ലാവരും നൃത്തം ചെയ്യുകയും കളിക്കുകയും ചെയ്തു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. അത് ഒരു മയിലിൻ്റെ ചിറകുകൾ പോലെ അവരെ തോന്നിപ്പിച്ചു. What happened when they tied the ribbons around their body? Yes, the color of ribbon started spreading around their body. What kind of changes the ribbon brings in the people? Yeah, they started to change like the color of the ribbon. അല്ലേ, ഒരുപാട് റിബണിൻ്റെ കളറിനനുസരിച്ച് അവർ മാറാൻ തുടങ്ങി. വാൾസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ മതിലുകൾ. ബട്ട് സോൺ, പക്ഷെ പെട്ടെന്ന് എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. ഒരു തണുത്ത കാറ്റ് വില്ലേജിലൂടെ ഒഴുകാൻ വേണ്ടി, ബ്ലൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി, വീശാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസ്. അത് അവരുടെ അപ്പിയറൻസ് മാറ്റി, അവരെ കാണുന്ന രീതി മൊത്തത്തിൽ അവരെ മാറ്റി. ഐ ആം ബ്ലൂ, ലില്ലി ക്രൈഡ്. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. വി ലുക്ക് സോ ഡിഫറെൻറ്റ്, ലിയോ ഫ്രൈറ്റൻഡ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കരയാൻ തുടങ്ങി. ഞാൻ നീലയായി, ഞാൻ പച്ചയായി. ദേ ആർ ഓൾ ഫ്രൈറ്റൻഡ്, പേടിച്ചു. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. ഓരോ നിറത്തിലും ആയവരെന്ത് ചെയ്തു? ഓരോ സെപ്പറേറ്റ് ആയവർ, അതായത് വിഭജനം, സെപ്പറേറ്റ് ചെയ്യുക. അവർ കളേഴ്സ് കൊണ്ട് വിഭജിച്ചു അല്ലേ, എല്ലാവരും ഒരുപോലെ ആയിരുന്നു. ഇപ്പോൾ പലരും പല കളറായി. അപ്പോൾ ഓരോ കളറുള്ളവർ ഓരോ കോർണറിലേക്ക്, ഓരോ മൂലയിലേക്ക് നീങ്ങാൻ വേണ്ടി തുടങ്ങി. മാക്സ് വിത്ത് ഹിസ് red ribbon told the ones who had red ribbons, we need to stick together. മാക്സ് റെഡ് റിബൺ കൊണ്ട് ചുറ്റിയ മാക്സ് എന്ത് പറഞ്ഞു? റെഡ് കളറുള്ളവരോടെല്ലാം പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ്, വി നീഡ് ടു സ്റ്റേ സേഫ്. ലില്ലി എന്ത് പറഞ്ഞു? ബ്ലൂ റിബൺ ഉള്ളവരോടെല്ലാം നമ്മളെല്ലാവരും സുരക്ഷിതരായി നിൽക്കണം. വി നീഡ് ടു സ്റ്റേ സേഫ്. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. ഇതേപോലെ തന്നെ ഗ്രീൻ ഗ്രൂപ്പും യെല്ലോ ഗ്രൂപ്പും ചെയ്തു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദർ കോർണേഴ്സ്. അവരെന്ത് ചെയ്തു? അവരെല്ലാവരും മൂലക്കോട്ട് മാറി അവിടെ വലിയൊരു മതിൽ കെട്ടാൻ തുടങ്ങി. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്? എന്തിനാ അവർ മതിൽ കെട്ടിയത്? ടു സ്റ്റേ സേഫ്. എ ട്രബിൾ അൺഫോൾഡ്സ്. പ്രശ്നം ചുരുളഴിഞ്ഞു തുടങ്ങി. അതായത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇസ് പാസ്റ്റ്, ദിവസങ്ങൾ കഴിഞ്ഞു. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് എന്തുണ്ട്? വെള്ളമുണ്ട്, പക്ഷെ ഭക്ഷണമില്ല. ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. മാക്സ് കംപ്ലൈൻഡ്, മാക്സ് പരാതി പറയാൻ തുടങ്ങി. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. പക്ഷെ നേരെ തിരിച്ചാണ് ബ്ലൂ ഗ്രൂപ്പിൻ്റെ അവസ്ഥ. ഫുഡുണ്ട്, നോ വാട്ടർ. ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. ലില്ലി സെഡ്.
The green group had wood but no shelter. ഗ്രീൻ ഗ്രൂപ്പിൽ എന്തുണ്ട്? വുഡുണ്ട്, പക്ഷേ താമസിക്കാൻ സ്ഥലമില്ല, ഷെൽട്ടർ ഇല്ല. വി ആർ വെറ്റ്, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? മഴ കൊണ്ട് നനഞ്ഞിരിക്കുന്നു, വെറ്റായി. മിയ റിപ്പോർട്ടഡ്, മിയ പറഞ്ഞു. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് എന്താ അവസ്ഥ? അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ കത്തിക്കാൻ വിറകില്ല. ഐ എം കോൾഡ്, ലിയോ ഷിവേർഡ്. ലിയോ എന്ത് പറഞ്ഞു? എനിക്കാകെ തണുത്ത് വിറക്കുന്നു. ഷിവേർഡ്, ലിയോ ഷിവേർഡ്, എനിക്കിതിവിടെ തണുക്കുന്നു, ലിയോ വിറച്ചുകൊണ്ട് പറഞ്ഞു. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. ഇവരുടെ കരച്ചിൽ, അതായത് ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ കരച്ചിൽ ഇങ്ങനെ പ്രതിധ്വനിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് എങ്ങും ഇവരുടെ സഹായത്തിന് വേണ്ടിയുള്ള കരച്ചിൽ മാത്രം. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾ എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. ഇങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള വിളികൾ കേട്ടപ്പോൾ അവിടെ ഒരു അപരിചിതൻ വന്നു. സ്ട്രേഞ്ചർ അറൈവ്ഡ്. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, ഹി ആസ്ക്ഡ്. എന്തിനാ നിങ്ങളെല്ലാവരും ഒളിക്കുകയും അതുപോലെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നത്, ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നത്? വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്? എന്ത് പ്രോബ്ലംസ് ആണ് ഈച്ച് ഗ്രൂപ്പും ഫേസ് ചെയ്യുന്നത്? യെസ്, സം ഹാവ് വാട്ടർ, സം ഹാവ് ഷെൽട്ടർ, സം ഹാവ് ഫയർവുഡ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ഓൾ ടുഗെദർ. അല്ലേ, ഓരോരുത്തർക്കും ഓരോന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇല്ല. അതാണ് അവരുടെ അവസ്ഥ. Pathway to unity. We live only with those of our colors. Someone replied. നമ്മളുടെ നിറമുള്ളവരുടെ കൂടെ താമസിക്കൂ. We need to survive. നമുക്ക് ജീവിക്കണം. Lily spoke up. ലിലി പറഞ്ഞു. We need water. നമുക്ക് വെള്ളം വേണം. The blue group said loudly. Blue group ഒച്ചത്തിൽ പറഞ്ഞു. Who will bring us food? ആരാ നമുക്ക് ഫുഡ് കൊണ്ട് തരിക? The red group asked. Red group ചോദിച്ചു. Shelter is essential for us. നമുക്ക് ഷെൽട്ടർ അർജന്റ് ആണ്, എസെൻഷ്യൽ, ആവശ്യമാണ്. The green group said. Green group പറഞ്ഞു. We need warmth. നമുക്ക് ചൂട് വേണം. The yellow group shouted. Yellow group പറഞ്ഞു. All are panicked. എല്ലാവരും പരിഭ്രാന്തിയിലാണ്. And they hopefully looked at the shining eyes of the stranger. അവരെല്ലാവരും സ്ട്രേഞ്ചറിന്റെ കണ്ണ് പ്രതീക്ഷയോടുകൂടി, ഹോപ്പ്ഫുള്ളി they looked, പ്രതീക്ഷയോടുകൂടെ നോക്കി. He smiled gently and advised. അയാൾ നല്ല സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവർക്കൊരു ഉപദേശം കൊടുത്തു. അഡ്വൈസ്ഡ്. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അപ്പം നിങ്ങൾ ഹാപ്പിയാവും. ഷെയർ, അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനോ? ആസ്ക് ദ പീപ്പിൾ ടുഗെദർ. എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. വി കനോട്ട്, നമ്മൾ കൊടുക്കില്ല. ദേ സെഡ് ഫേംലി. അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്. സ്ട്രേഞ്ചർ പറഞ്ഞു, ഷെയറിങ് ഈസ് ദ ഓൺലി വേ. ഷെയർ ചെയ്യൽ മാത്രമാണ് ഇവിടെ ഒരു വഴിയുള്ളത്. കാരണം ഓരോരുത്തരുടെ ഓരോ സാധനവും ഉള്ളത് അല്ലേ. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദർ തിങ്സ്? എന്തുകൊണ്ടാണ് ആൾക്കാർ ഷെയർ ചെയ്യാൻ മടിച്ചത്? ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ സേഫ് അല്ലേ. അവരുടെ സാധനം മറ്റുള്ളവർക്ക് കൊടുത്താൽ പ്രശ്നമാവുമെന്ന് അവർ വിചാരിച്ചു. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്? ടു ഷെയർ. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്, വാട്ട് മൈറ്റ് ഹാപ്പൻ? എന്ത് സംഭവിക്കും? അവരുടെ കയ്യിലുള്ള സാധനം അവിടെ തന്നെ ഉണ്ടാവും, ബട്ട് ദെയർ നീഡ് വിൽ നോട്ട് ബി ഫുൾഫിൽഡ്. അവരുടെ ആവശ്യം തീരില്ല അല്ലേ. ഓക്കെ. ഡാൻസ് ഓഫ് കളേഴ്സ്, നൃത്തങ്ങളുടെ നൃത്തം. The villagers looked at each other. They thought for a while. ഗ്രാമീണരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർ ഒരു നിമിഷം ആലോചിച്ചു. സ്ലോലി they began to share what they had. അങ്ങനെ മെല്ലെ അവർക്കുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. Then a miracle happened. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു. Everyone got everything they needed. എല്ലാവർക്കും വേണ്ടത് കിട്ടാൻ തുടങ്ങി. Slowly happiness began to spread in the entire village. മെല്ലെ ആ ഗ്രാമം മുഴുവൻ സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങി. They pulled down the walls and combined their ribbons. അവരവരുടെ മതിലുകളെല്ലാം പൊളിച്ച് അവരുടെ റിബൺസ് എല്ലാം പരസ്പരം കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. അവരുടെ നിറങ്ങളുടെ റിബണെല്ലാം കൂട്ടിക്കെട്ടിയപ്പോൾ അതൊരു ഭംഗിയുള്ള റെയിൻബോ ആയി മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. ദേ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. റെയിൻബോ നോക്കി അവർ നൃത്തം ചെയ്തുകൊണ്ട് അവരെന്ത് പറഞ്ഞു? ദേ കോളിംഗ് ദെംസെൽവ്സ് ദ റെയിൻബോ പീപ്പിൾ. മഴവിൽ നിറങ്ങളുള്ള മനുഷ്യർ. The rainbow ribbon became a symbol of their newly found unity and joy. അത് അവരുടെ പുതിയതായി ഉണ്ടാക്കിയ അവരുടെ
ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ചിഹ്നമായി ആ ഒരു മഴവില്ല് മാറി. ദ വാം ബ്രീസ് റിട്ടേൺഡ്, ആ ഇളം ചൂടുള്ള കാറ്റ് തിരിച്ചു വന്നു. ആൻഡ് റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി, റെയിൻബോ പീപ്പിൾ എല്ലാം ഹാപ്പിയായി. ദേ ലിവ്ഡ് ടുഗെദർ ഇൻ ഹാർമണി, അവർ നല്ല സന്തോഷത്തിൽ പരസ്പരം സ്നേഹത്തോടെ അവിടെ ജീവിച്ചു. കരോളിൻ അസ്കറിൻ്റെ ഒരു സ്റ്റോറിയാണിത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. The villagers pulled down their walls. What happened next? They all united. അല്ലേ, അവരുടെ വാൾസ് എല്ലാം മാറ്റിയപ്പോൾ അവർ യുണൈറ്റ് ചെയ്തു. So this is the story. See you in the next video. Till then, bye bye and take care.